ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയ ദശകം പൂതന ശരീരദഹനം നോക്കാം. വസുദേവന്റെ വാക്കുകേട്ട് ഭീതനായി വ്രജത്തിലേക്ക് മടങ്ങിയ നന്ദഗോപൻ വഴിമധ്യത്തിൽ വൃക്ഷങ്ങളെയൊക്കെ പൊടിയാക്കി വീഴ്ത്തുന്ന എന്തോ ഒരു വസ്തു കണ്ട് കൂടുതൽ ഭയപ്പെട്ടവനായി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ഗോപസ്ത്രീകളിൽ നിന്നും പൂതനാവൃത്താന്തമറിഞ്ഞ ഗോപന്മാർ ഭയാത്ഭുതങ്ങൾക്കടിമപ്പെട്ട് പർവ്വതതുല്യമായ അവളുടെ ശരീരം മുറിച്ച് പല കഷ്ണങ്ങളാക്കി ഗോകുലത്തിൽ നിന്നും വളരെ അകലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സംസ്കരിച്ചു. ഭഗവാന്റെ സ്തന്യപാനം കൊണ്ട് ധന്യമായി തീർന്ന പൂതന ശരീരത്തിൽ നിന്നുയർന്ന പുകയ്ക്ക് അകിലിൻ്റെയും ചന്ദനത്തിൻ്റെയും ഗുൽഗുലുവിൻ്റെയും ഗന്ധമാണുണ്ടായിരുന്നത്. ഭഗവത് സ്പർശം കൊണ്ട് അവൾ അത്രയ്ക്ക് ധന്യയായി തീർന്നിരുന്നു. തൻ്റെ അംഗസ്പർശം ഉണ്ടായാൽ അതിൻ്റെ സുഗന്ധം നിങ്ങൾക്കും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഗോപന്മാരോടറിയിക്കുന്നത് പോലെ പൂതന ശരീരത്തിന് ഭഗവത് അംഗസ്പർശം നിമിത്തമുണ്ടായ സുഗന്ധത്വം തോന്നിച്ചു. ഭഗവാനെ നിഗ്രഹിക്കാൻ അശക്തയായ പൂതനയെ ഭഗവാൻ ഹനിച്ചതിലും ഇത്തരം ആപത്തുണ്ടാകുമെന്ന് പണ്ടേ വസുദേവർ പറഞ്ഞതിലും അത്ഭുതപരതന്ത്രരായ ഗോപന്മാർ ഭഗവാനെ സ്തുതിച്ച് ആ മുഖദർശനാനുഭൂതിയിൽ മുഴുകി. ഭഗവത് വാസം കൊണ്ട് സമ്പത്തും ഐശ്വര്യവും മംഗളപദാർത്ഥങ്ങളും ദിനംപ്രതി വർദ്ധിച്ചു ഗോകുലത്തിൽ. ഗോകുലവാസികൾ പരമാനന്ദത്തിൽ മുഴുകി. സുന്ദരികളും ശീലാവതികളുമായ ഗോപവനിതമാർ ഭഗവാന്റെ അതിമനോഹരമായ രൂപവും അതിമധുരമായ പുഞ്ചിരിയും കൊണ്ട് ആകൃഷ്ടചിത്തരായി. അവർ പരസ്പരം പറയാൻ തുടങ്ങി, കുമാരൻ എന്നെ നോക്കി, എൻ്റെ നേരെ കൈനീട്ടി, എന്നെ അടുത്തേക്ക് വിളിച്ചു. നിരനിരയായി നിൽക്കുന്ന ചെന്താമരകളിൽ ഓരോന്നിലോരോന്നിലായി പറന്നെത്തി തേൻ കുടിച്ചു പറന്നുപോകുന്ന കാർവണ്ട് എന്ന പോലെ താമരപ്പൂവിനു തുല്യമായ കൈകളിലൂടെ ശ്യാമവർണ്ണനായ കൃഷ്ണൻ കടന്നുപോയപ്പോൾ ശോഭിച്ചു. ഉണ്ണിക്കണ്ണനെ മടിയിൽ കിടത്തി മുലപ്പാലൂട്ടി മുഖം നോക്കി പുഞ്ചിരി തൂകുന്ന യശോദ എന്തെല്ലാം മാനസികാവസ്ഥകൾ കടിമപ്പെട്ടു എന്ന് പറയാനില്ല. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ദുഃഖവും അകറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 41 പൂതന ശരീരദഹനം. ശ്ലോകം 1. വ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനി ഭീതചേതാ നിഷ്പിഷ്ടനിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. വ്രജേശ്വര ശൗരിവചോ. വ്രജേശ്വര അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ശൗരി എന്നുള്ളത് ഒരു ശാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 ശാന്ന് വേണം. വ്രജേശ്വര ശൗരി വചോ. വ്രജേശ്വര നന്ദഗോപൻ, ശൗരി വച വസുദേവൻ്റെ വാക്കുകൾ. നിശമ്യ കേട്ടിട്ട്, സമാവ്രജൻ അധ്വനി ചേർത്തിട്ട് സമാവ്രജന്നധ്വനി. ധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സമാവ്രജൻ യാത്ര ചെയ്യുന്നവനുമായ, അധ്വനി വഴിയിൽ, ഭീതചേതാ നീട്ടിയിട്ട് വിസർഗുണ്ട്. ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭീതചേതാ ഭയപ്പെട്ട മനസ്സോടു കൂടിയവനും, നിഷ്പിഷ്ട നിശേഷതരും എല്ലാ വൃക്ഷങ്ങളും പൊടിയാക്കിയ. തരു എന്ന് പറഞ്ഞ വൃക്ഷം എന്നാണ് അർത്ഥം. നിഷ്പിഷ്ട എന്നുള്ളതിൻ്റെ ഷ്ട എന്നൊക്കെ ഒട്ടും ഊന്നണ്ട. നിശേഷതരും ശേ അതൊന്ന് ഊന്നി പറഞ്ഞോളൂ. ശ എന്നുള്ളത് 2 ശ എന്നുണ്ടാവുകൊണ്ട്. നിരീക്ഷ്യ ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നിരീക്ഷ്യ കണ്ടിട്ട്, കഞ്ചിത് പദാർത്ഥം
കഞ്ചിത് എന്നുള്ളതിൻ്റെ ഞാ ച എന്നാണ് കഞ്ചിത്. പദാർത്ഥം എന്നുള്ളത് ദയിൽത്തെ ഥം എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പദാർത്ഥം. ഏതോ ഒരു വസ്തുവിനെ. ശരണം ഗതസ്ത്വാം. ശരണം ഗത ശരണം പ്രാപിച്ചു. ഗത ത എന്നാണ്, ഗത എന്നല്ല, അത് ശ്രദ്ധിച്ചോളൂ. ഗത എന്നുള്ളത് ഒരായുധാണ്. ഗത, ഇത് ഗത. ത്വാം അങ്ങയെ. ത്വാം എന്നുള്ളത് ഗത എന്നും കൂടി ചേർത്ത് ചൊല്ലുമ്പോൾ ഗതസ്ത്വാം. വ്രജേശ്വര ശൗരി വചോ നിശമ്യ സമാവ്രജന്നധ്വനി ഭീതചേതാ നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. നിശമ്യ ഗോപീ വചനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്താ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേഥ കുഠാരകൃത്തം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥം നോക്കാം. നിശമ്യ ഗോപീ വചനാത് ഉദന്തം. അത് ചേർത്തിട്ടാണ് ഗോപീ വചനാദുദന്തം. നിശമ്യ കേട്ടിട്ട്, ഗോപീ വചനാത് ഗോപസ്ത്രീകളുടെ വാക്കുകളാൽ, ഉദന്തം പൂതന വൃത്താന്തം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ഉദന്തം, ദന്നും ന്താന്നും വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. ദ എന്നുള്ളത് തെയ്യൽത്തെ, ന്തം എന്നുള്ളത് നാ ത എന്നാണ്. സർവേ അപി സർവേപി ഗോപാ ഭയവിസ്മയാന്താ, അവിടെ നീട്ടിയിട്ട് വിസർഗം. സർവേ അപി സർവേപി, സർവേ എല്ലാ, ഗോപ അപി ഗോപന്മാരും, ഭയവിസ്മയാന്ത ഭയത്താലും വിസ്മയത്താലും പരിഭ്രാന്തരായിട്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭയവിസ്മയാന്ത ന ഥ എന്നാണ്. ആ അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ് ഥ എന്നുള്ളത്. ത്വത്പാദിതം, എല്ലാ അക്ഷരങ്ങളും ത എന്നാണ്. ത്വത് പാദിതം, ത്വ എന്ന വള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വത്പാദിത അങ്ങയാൽ വീഴ്ത്തപ്പെട്ട. ഘോര പിശാചദേഹം, ഭയങ്കരമായ പിശാച ശരീരം. ഘോര എന്നുള്ളതിൻ്റെ ഖ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ദേഹുർവിദൂരേ അഥ ചേർത്തിട്ട് ദേഹുർവിദൂരേഥ. ദേഹു ദഹിപ്പിച്ചു, വിദൂരെ വളരെ അകലെ, അഥ അനന്തരം, കുഠാരകൃത്തം കുഠാരകൃത്തം കോടാലി കൊണ്ട് മുറിക്കപ്പെട്ട്. കുഠാര അർത്ഥം കോടാലി എന്നാണ്. ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അഥ എന്നുള്ളതിൻ്റെ ഥ എന്നും ഊന്നി പറയണം. നിശമ്യ ഗോപീ വചനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്താ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേഥ കുഠാരകൃത്തം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.